മോഹൻലാലിനോട് കാണിക്കുന്ന ഒരു വൈരനിര്യാതന ബുദ്ധി വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് തോന്നുന്നത്. എല്ലാ ഇൻ്റർവ്യൂവിലും അഭിമുഖങ്ങളിലൊക്കെ ഇത് പറയുന്നുണ്ട്. പ്രേം നസീറിന് നടക്കാനാവാത്ത ഒരാഗ്രഹം ബാക്കി വെച്ചിട്ടാണ് അദ്ദേഹം ഈ ഭൂമി വിട്ടു പോയത്. സ്വന്തമായൊരു പടം പ്രൊഡ്യൂസ് ചെയ്ത് ഡയറക്റ്റ് ചെയ്യണമെന്ന്. ഒരു ദിവസം മോഹൻലാൽ എന്നോട് വയസ്സുകാലത്ത് നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ലേ എൻ്റെ അടുത്ത് ചോദിച്ചാൽ, ആ നടൻ പറയുകയാണ്, ഇങ്ങനെയൊക്കെ വയസ്സാം കാലത്ത് വീട്ടിൽ പോയിരുന്നൂടെ എന്ന്. മോഹൻലാലിനെ കംപ്ലീറ്റ് ആക്ടർ എന്ന് ആളുകൾ വിളിക്കുന്നത് വെറുതെയല്ലെന്ന് മനസ്സിലായിരുന്നു. മോഹൻലാലിനെ കുറിച്ച് എവിടെ പറയുമ്പോഴും ഇങ്ങനെ ഈ കംപ്ലീറ്റ് ആക്ടർ എന്നുള്ള നിലയിൽ പറയുക, അതിൻ്റെ ചിരിക്കുക. ഞാൻ തൃപ്തനാണ്, ഞാൻ വളരെ ഹാപ്പിയാണ്, വളരെ ഹാപ്പിയാണ് കേട്ടോ. ഞാൻ ഇങ്ങനൊരു പ്രതീക്ഷയില്ല, വളരെ നന്നായിട്ടാണ്. മോഹൻലാലിനെതിരെ ഈ ശ്രീനിവാസൻ പറയുന്ന മഹാസംഭവം എന്നതിൽ വെളിപ്പെടുത്തുന്ന സംഗതികൾക്ക് സത്യം വലിയ കാര്യമുള്ളതാണോ? അവിടെ ശ്രീനിവാസൻ സാർ മോഹൻലാലാണ് പ്രേം നസീറിന്റെ സിനിമയിൽ അഭിനയിക്കാതെ പോയ ആ ഒരു നടൻ എന്നുള്ളത് കൃത്യമായിട്ട് അവിടെ ശ്രീനിവാസൻ സാർ പറഞ്ഞു വെക്കുന്നത്. പക്ഷേ എന്തിനാ ശ്രീനേട്ടനൊക്കെ അങ്ങനെയൊക്കെ പറയുന്നതെന്ന് തോന്നുന്നു. എന്തുകൊണ്ടും അങ്ങനെ സംഭവിച്ചു പോയതായിരിക്കും. മോഹൻലാലാക്കിയാണ് അവർ തമ്മിൽ ഇത്തിരി വിരോധം. സത്യം ഞാൻ ആരും പേര് പറയുന്നില്ല. ശ്രീനിവാസൻ അതിനെ മോഹൻലാലാക്കി, ഞാൻ പറഞ്ഞ XRY. എങ്ങനെ ഇരിക്കുന്നു ശ്രീനിവാസൻ സാർ അത് മോഹൻലാൽ എന്ന് പറഞ്ഞ നടന്റെ തലയിലേക്ക് ഇട്ടതാണോ, അവര് തമ്മിലുള്ള ഈഗോ ക്ലാഷോ കാര്യങ്ങളോ ആയിരിക്കും? ഇത് സംഭവം ഉള്ളതാണ്. അതെ, അത് ഉറപ്പാണ്. അയ്യോ, മോഹൻലാൽ നസീറിന് ഭയങ്കര ബഹുമാനമാണ്. ഈ ഒരു കാരണം പറഞ്ഞിട്ട് മോഹൻലാൽ എന്ന് പറഞ്ഞ മഹാനടനെ അന്ന് എത്ര പേര് തെറി വിളിച്ചിട്ടുണ്ട്. നസീറിനെ പറ്റി ആരും എന്താ പറയുക, മോഹൻലാൽ അടി കൊടുത്തിട്ടുണ്ട്, നടന്ന സംഭവമാണ്. അതുകൊണ്ട് മോഹൻലാലിനെ ഞാൻ ഒരിക്കലും കുറ്റം പറയില്ല. ശ്രീനിവാസൻ അത് മോഹൻലാലാക്കി, അത് പറഞ്ഞ ആളിനറിയാം ഇതാര് പറഞ്ഞു എന്ന്. മോഹൻലാലിനെ പിടിച്ച അന്ന് ശ്രീനിവാസൻ സാർ പറയുന്നത് കേട്ടിട്ട് ഏറെ കയറ്റിയ ആൾക്കാരൊക്കെ ഇപ്പം എന്തായി? ആണ് ഇവിടുത്തെ അവസ്ഥ.